ചരിത്രകാരനും വേദപണ്ഡിതനും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുമായ ഡോക്ടർ റെവറൻഡ് ജോൺസൺ തേക്കടിയിൽ അച്ഛനോട് സംശയ നിവാരണങ്ങൾ വരുത്താം. നമുക്ക് ഒരു മനുഷ്യനായിട്ട് പല യേശു ഉണ്ടാകാം. യേശു എന്നുള്ള പേര് യേശുവ എന്നുള്ള പേരിൽ പല ജൂതന്മാരും ഉണ്ടായിരുന്നിരിക്കാം. ഈവൻ ഇങ്ങനെ ഒരു ജൂതൻ ഉണ്ടാകുകയും അയാളെ പിടിച്ച് കുരിശിൽ തറയ്ക്കുകയും കുറ്റവാളി നില കുരിശിൽ തറയ്ക്കുകയും ഉണ്ടാകണമെന്നില്ല, എനിക്കറിയില്ല. പക്ഷെ ഒരിക്കലും കടലിൻ്റെ മുകളിൽ കൂടെ നടക്കുകയും മരിച്ചവനെ ഉയർത്തുകയും ജീവനോടെ സ്വർഗം സ്പേസിലേക്ക് യൂറി ഗഗാറിന് മുന്നേ പോവുകയൊക്കെ ചെയ്ത ഒരാൾ എന്തായാലും ജീവിച്ചിരുന്നിട്ടില്ല. അച്ഛാ, നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ നിരീശ്വരവാദിയായ ഈ രവീന്ദ്രൻ മാഷ് ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ ചരിത്രപരതയെയും കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങേക്ക് എന്താണ് അച്ഛാ പറയാനുള്ളത്? വളരെ നല്ലൊരു ചോദ്യമാണ്. നമുക്കറിയാവുന്ന പോലെ ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ കാലങ്ങളായിട്ട് പല വങ്കത്തരങ്ങളും പറയുന്നത് നമ്മളെല്ലാം കേൾക്കുന്നുണ്ട്. ചിലതിനൊക്കെ വ്യക്തിപരമായിട്ട് ഞാൻ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്, പരസ്യമായിട്ടുള്ള മറുപടികളുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു ഡിബേറ്റിന് വേണ്ടി മുൻ സമയത്ത് നമ്മുടെ കൊറോണയുടെ കാലഘട്ടത്തിൽ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് അദ്ദേഹം ചില ഒഴിവൊഴിവുകൾ അവസാന നിമിഷത്തിൽ എഗ്രിമെന്റ് എല്ലാം വിട്ടതിന് ശേഷം ഒഴിവൊഴിവ് പറയുകയുണ്ടായ. ഒഴിവൊഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് പവർ പോയിന്റ് ഉപയോഗിക്കാൻ പാടില്ല. ആ കാരണം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഡിബേറ്റിൽ നിന്ന് പിന്മാറുവാൻ റെഡിയായിത്തീർന്നത്. അപ്പൊ അതിന്റെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അന്നുപോലെ ഉണ്ടായിരുന്നു. ഒരു കാര്യം ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്നത്, അദ്ദേഹം ചരിത്രത്തെ സസൂക്ഷ്മം പഠിക്കുന്നവനല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ, നമ്മൾ കേട്ടതായിട്ടുള്ള വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം വായിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വായിക്കാറുള്ള പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ നേരത്തെ ഈ സുവിശേഷങ്ങളുമായിട്ട് വിശേഷം എന്നും പറഞ്ഞ് അദ്ദേഹം പണ്ട് നടത്തിയ ഒരു പരിപാടിയിൽ പറയുകയുണ്ടായി. അതിനകത്ത് അദ്ദേഹം പേര് പറഞ്ഞത് മൈക്കിളിന്റെ സുവിശേഷം എന്നൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സുവിശേഷം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അദ്ദേഹം വായിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പുതിയ നിയമം എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, വിശുദ്ധ ബൈബിള് എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഈ കോപ്പി ആൻഡ് പേസ്റ്റിന്റെ വലിയ വക്താവാണ്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് അതിനൊന്നും അങ്ങനെ അദ്ദേഹം പറയുന്നതുകൊണ്ടോ ചെയ്യുന്നതുകൊണ്ടോ ഒന്നും നമുക്ക് വിരോധമില്ല. അത് പക്ഷെ അദ്ദേഹത്തിന്റെ വങ്കത്തരങ്ങളെ ലോകത്തിന് അദ്ദേഹം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. എന്നാൽ ചരിത്രപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ അദ്ദേഹം അജ്ഞനായിരിക്കെ അദ്ദേഹത്തിന് എല്ലാം അറിയാമെന്നുള്ള തോതിൽ അദ്ദേഹം വാചാലമായി സംസാരിക്കുന്നത് സമൂഹത്തോട് കാണിക്കുന്ന ഒരു വലിയ അബദ്ധമാണ്, അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമാണ്. സമൂഹത്തിന് അത് വലിയൊരു പ്രശ്നമാണ്. ഇതേപോലുള്ള ആളുകൾ, അദ്ദേഹം ഒരു അധ്യാപകനാണ്, കോളേജ് അധ്യാപകനാണ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളോട് എങ്ങനെയായിരിക്കും താൻ പഠിപ്പിക്കുന്നത് എന്നുള്ളത് കൂടെയാണ് ഇതിൽ കൂടെ ഒക്കെ തെളിയിക്കുന്നത്. അപ്പം വെറും വിഡ്ഢിത്തരങ്ങൾ മാത്രം പറയുന്ന ഒരു അധ്യാപകന്റെ ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മാനസിക അവസ്ഥയും കൂടെ നമ്മൾ അതിനോട് ചേർത്ത് വായിക്കുന്നത് നന്നായിരിക്കും. ഏതായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന. ഷീബ ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നതായിട്ടുള്ള ഒന്നാമത്തെ കാര്യം, യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനല്ല എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ ചരിത്രപരതയാണ് അദ്ദേഹം നിഷേധിക്കുന്നത്. അതിന് അദ്ദേഹം അവലംബിക്കുന്നത് അദ്ദേഹം വായിച്ച പുസ്തകങ്ങളിൽ ഒന്നും തന്നെ ചരിത്രപരമായിട്ട് കാണുന്നില്ല എന്നുള്ളത്. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞല്ലോ. ചരിത്ര പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചിട്ടില്ല. നമ്മളൊരു ചരിത്ര പുരുഷനെ അഭിമുഖീകരിക്കുന്നത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും ചില ശാസ്ത്രീയ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കും. ഞാനും ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് അതിനകത്ത് ചില സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഷീബ, ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഷീബ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ച്, ഷീബ സമൂഹത്തിന് ചെയ്ത കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച്, ഷീബ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, അതൊക്കെ ആളുകള് പിൽക്കാലത്ത് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ചില ശാസ്ത്രീയ വശങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് ജീവിച്ചിരുന്നത് ജോഗ്രഫിക്കലി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജോഗ്രഫിക്കലി, ഭൂമിശാസ്ത്രപരമായിട്ട് ഷീബ ജീവിച്ചിരുന്നത് ഏത് സ്ഥലത്താണ്, ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്, അന്നത്തെ സമകാലികർ, അന്നത്തെ ഭരണകൂടം, ഇതെല്ലാം അതിനകത്ത് പഠന വിധേയമാക്കും. അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നോ എന്നുള്ളത് നമ്മൾ പഠിക്കാനായിട്ട് ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കും. മാത്രമല്ല, ഷീബ ഏതെങ്കിലും തരത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടോ, ഷീബയെ കുറിച്ച് എന്തെങ്കിലും ഗ്രന്ഥങ്ങൾ ആരെങ്കിലും ചമച്ചിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് കോൺട്രിബ്യൂഷനായിട്ട് കൊടുത്തത്, സാമൂഹ്യപരമായിട്ടുള്ളതാണോ, മതപരമായിട്ടുള്ളതാണോ, രാഷ്ട്രീയപരമായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ളതാണോ, ആ കോൺട്രിബ്യൂഷൻസ് എന്താണ്, അതിനകത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്,
അത് ആ കാലഘട്ടത്തിൽ അനുയോജ്യമായിരുന്നോ, ആ കാലഘട്ടത്തിന് വിരുദ്ധമായിട്ടുള്ളതായിരുന്നോ? ഇങ്ങനെ നിരവധി ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരാള് സമൂഹത്തിൽ ജീവിച്ചിരുന്നുവോ അദ്ദേഹം ചരിത്ര പുരുഷനാണോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായോ ഷിബയ്ക്ക്? ക്ലിയർ ആയല്ലോ? അപ്പം അങ്ങനെ ആണെങ്കിൽ ബഹുമാനപ്പെട്ട രവീന്ദ്രൻ മാസ്റ്റർ ആ വിധത്തിൽ യാതൊരു വിധ മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാതെ എടുത്തിയാടി പറഞ്ഞാണ് അങ്ങനെ ഒരാള് ജീവിച്ചിരുന്നില്ല, ഉണ്ടായിരുന്നത് തന്നെ അത് യേശു ആയിരുന്നില്ല, അല്ലെങ്കിൽ അത് വേറൊരാളാണ്. അദ്ദേഹം പറഞ്ഞ മുഴുവനും ആ ഓരോ സെന്റൻസ് അടർത്തിയെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അത് മുഴുവനും വങ്കത്തരങ്ങളാണ്. എന്തുകൊണ്ടാണ് അതേ ഈ പറയുന്ന കാര്യങ്ങളെ നമ്മളിങ്ങനെ ചോദ്യം ചെയ്യുകയും അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തുകയൊക്കെ ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന പോസ്റ്റ് മോഡേൺ യുഗത്തിൽ ഒരുപാട് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ നിന്ന് മിഥ്യയിലേക്കും ഒരുതരം ആശയ ദാരിദ്ര്യത്തിലേക്കും അദ്ദേഹം കൊണ്ടെത്തിക്കുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു സ്യൂഡോ സയൻസിന്റെ വാക്താവും കൂടിയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശാസ്ത്രം മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു സ്യൂഡോ സയൻസിനെ അപഗ്രഥിച്ചുകൊണ്ട് അതിനകത്ത് അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന, അതിന്റെ കലവറയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് സമൂഹത്തിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിത്തീരും. അത് സത്യത്തിൽ നിന്ന് ജനത്തെ വഴിതെറ്റിക്കുന്നതായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ വളരെ കർക്കശമായി തന്നെ ആശയപരമായി നേരിടണം എന്ന് ചിന്തിക്കുകയും ഈ രൂപത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അതിനകത്ത് പങ്കെടുക്കാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്തു. ഞാൻ 2-3 കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെടുത്തി പറയാം. ഷിബ ചോദിച്ച ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അന്ന് നമ്മൾ ഇന്ന് കാണുന്ന പോലെ AD എന്നും BC എന്നും പറയുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. അത് 16-ാം നൂറ്റാണ്ടിലാണ് AD എന്നും BC എന്നുള്ള ചരിത്രപരമായ ഒരു വേർതിരിവ് ഉണ്ടാക്കിയത്. അതുണ്ടാക്കിയത് ഗ്രിഗറി മൂന്നാമൻ എന്ന് പറയുന്നതായ മാർപ്പാപ്പയാണ്. അഭിമന്യ മാർപ്പാപ്പ 1583 ഒക്ടോബർ മാസം 15-ാം തീയതിയാണ് ഇന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള കലണ്ടർ, പഞ്ചാംഗം ഉണ്ടല്ലോ, നമ്മുടെ പഞ്ചാംഗം കലണ്ടർ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പറയുന്ന 12 മാസമുള്ള ആ കലണ്ടർ രൂപീകരിച്ചത് ഈ മാർപ്പാപ്പയാണ്. ഗ്രിഗറി എന്ന് പറയുന്ന മാർപ്പാപ്പ. അദ്ദേഹം അതിനെ അവലംബിച്ചത് ഇന്ന് നമ്മൾ കോമൺ എറ എന്നൊക്കെ പറയുന്ന ബിഫോർ കോമൺ എറ, അതേപോലെ കോമൺ എറ, അതായത് AD BC എന്നാണ് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. ഇന്നും പല സ്ഥലങ്ങളിലും ചരിത്രകാരന്മാര്, ദൈവവിശ്വാസികളായിട്ടുള്ളവരൊക്കെ AD എന്നും BC എന്നും തന്നെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതിന്റെ പൊരുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് അനോ ഡോമിനി എന്നാണ്. അനോ ഡോമിനി എന്നുള്ളതൊരു ലാറ്റിൻ വാക്കാണ്. അനോ ഡോമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ വർഷം എന്നാണ്. ദ ഇയർ ഓഫ് അവർ ലോർഡ് എന്നാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള മീനിങ്, അർത്ഥം. അപ്പം യേശു ക്രിസ്തുവിന് മുൻപും യേശു ക്രിസ്തുവിന് ശേഷവും എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വർഷം എന്ന് പറയുന്നത് ഒരു 0-യിലാണ് ആരംഭിച്ചിരിക്കുന്നത്. അവിടുന്നാണ് BC ആരംഭിക്കുന്നത്, അവിടുന്നാണ് AD ആരംഭിക്കുന്നത്. അപ്പം ആ കോമൺ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. യേശുവിന്റെ ജനനത്തിനല്ല അവിടെ പ്രാധാന്യം കൊടുത്തത് അദ്ദേഹം കൊടുത്ത മാർപ്പാപ്പ പ്രാധാന്യം കൊടുത്തത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ്. അപ്പം യേശുവിന്റെ മരണ പുനരുത്ഥാനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന കലണ്ടർ തന്നെ രൂപീകൃതമായത്. അത് തന്നെ ഒരു ചരിത്രപരതയാണ്. യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ട് ഇത്ര വർഷമായി, 2024 2024 വർഷങ്ങൾക്ക് മുമ്പാണ് ക്രിസ്തു ജീവിച്ചിരുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ചരിത്രത്തിന്റെ താളുകളിലെല്ലാം തന്നെ യേശു ക്രിസ്തുവിനെ പ്രതിപാദിച്ചിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, അന്ന് യേശു ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഭൂപ്രകൃതിയെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ക്രിസ്തുവിന്റെ കൂടെ നടന്നിട്ടുള്ള അപ്പോസ്തോലന്മാർ, അപ്പോസ്തോലയെ എന്നുള്ള പദത്തിൽ നിന്നാണ് അപ്പോസ്തോലോസ് എന്നുള്ള ആ പദം വന്നിരിക്കുന്നത്. അപ്പോസ്തോലന്മാർ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് നിയോഗിക്കപ്പെട്ടവർ, chosen for a special purpose and sent for a special purpose. അതായത് പ്രത്യേകമായ chosen for a special purpose and sent for a special purpose. പ്രത്യേകമായി ഒരു ഉദ്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും
പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി അയക്കപ്പെടുകയും ചെയ്തവർ എന്നാണ് അപ്പോസ്തോലയോ എന്നുള്ള പദത്തിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ യേശു കർത്താവിനോട് കൂടെ ഇരിക്കുവാനും യേശുവിൽ നിന്ന് പഠിക്കുവാനും യേശു അയക്കുന്നിടത്തൊക്കെ പോയി കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ജനത്തെ പഠിപ്പിക്കുവാനും ചെയ്യുവാനും, പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുവാൻ നിവർത്തിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ് അപ്പോസ്തലന്മാർ. അങ്ങനെ 12 സ്ലീഹന്മാർ അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാർ ശിഷ്യന്മാരാണ് യേശുവിന്റെ ഇമ്മീഡിയറ്റ് സർക്കിളിൽ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 70 പേരെ യേശു തെരഞ്ഞെടുത്തു എന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് വിശുദ്ധ ബൈബിളിൽ നിന്ന് കാണാം. അപ്പം ഈ ബൈബിളിനെ വിശ്വസിക്കാത്ത ആളുകളാണ് നിരീശ്വരന്മാർ. അതിൽപ്പെട്ടാണ് നമ്മുടെ കഥാനായകനായിരിക്കുന്ന ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ. അപ്പൊ അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ ചരിത്രപരതയെ തിരസ്കരിക്കുന്നതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ അപ്പോസ്തലന്മാർ എഴുതിയിരിക്കുന്നതായിട്ടുള്ള യേശുവിനെ കുറിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്ത കാര്യങ്ങളെ അദ്ദേഹം തിരസ്കരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. അപ്പം ആ കാലഘട്ടത്തിൽ യേശു പ്രവർത്തിച്ച മേഖലകളെ കുറിച്ച് അവർ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ജിയോഗ്രഫിക്കലായിട്ടുള്ള യേശു സഞ്ചരിച്ചാറുള്ള മേഖലകൾ, ഏതെല്ലാം പ്രദേശങ്ങളിലൂടെയാണ് യേശു സഞ്ചരിച്ചത്, എവിടെയൊക്കെയായിരുന്നു യേശുവിന്റെ പ്രവർത്തന മേഖലകള്, ഏത് തരത്തിലുള്ള പ്രവർത്തന മേഖലകളായിരുന്നു, അതെല്ലാം സവിസ്താരം ഈ സുവിശേഷ ഭാഗങ്ങളിൽ യേശുവിന്റെ ശിഷ്യഗണം ഈ 12 പേരിൽ പ്രധാനികളായിട്ടുള്ള ആളുകളെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത്രയും ക്ലിയർ ആയല്ലോ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശുവിന്റെ സമകാലികർ ആരൊക്കെയായിരുന്നു എന്നുള്ളതും വളരെ കൃത്യതയോടുകൂടെ സുവിശേഷ ഭാഗങ്ങളിൽ ഇഞ്ചീലിൽ ഏവൻഗേലിയോനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇഞ്ചീലിൽ അല്ലെങ്കിൽ ഏവൻഗേലിയോൻ എന്ന് പറയുന്ന സുവിശേഷ ഭാഗങ്ങൾ, ആ 4 സുവിശേഷങ്ങളുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇങ്ങനെ 4 സുവിശേഷം. അദ്ദേഹം ഒരിക്കലും മൈക്കിളിന്റെ സുവിശേഷം എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരു സുവിശേഷം ഒന്നുമില്ല. അപ്പം അദ്ദേഹത്തിന്റെ വിവരക്കേടുകളെ പലപ്പോഴും അദ്ദേഹം ജനസമൂഹത്തില് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ടെമ്പർമെന്റും കൂടെ വളരെ പ്രധാനപ്പെട്ട, ഞാൻ അദ്ദേഹത്തെ വളരെ ക്ലോസ് ആയിട്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെല്ലാം കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ടെമ്പർമെന്റ് പഠിക്കാനായിട്ട് ഇടയായിത്തീർന്നുണ്ട്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടെമ്പർമെന്റൽ സ്റ്റഡീസ് ആണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ ടെമ്പർമെന്റ് പഠിച്ചപ്പോൾ എല്ലാ മനുഷ്യരിലും ഉള്ളതാണ് 4 ടെമ്പർമെന്റ്. എന്നാൽ അദ്ദേഹത്തിന്റെ മുഴച്ചു നിൽക്കുന്ന ടെമ്പർമെന്റ് എന്ന് പറയുന്നത് ഫ്ലോഗ്മാറ്റിക് ആണ്. ഫ്ലോഗ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാസ സ്വഭാവമാണ്. അദ്ദേഹം ഒരു പരിഹാസിയാണ്. അദ്ദേഹത്തിന്റെ നേച്ചർ പരിഹസിക്കുന്ന ഒരു നേച്ചറാണ്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് പാരൻസിൽ നിന്ന് 4 ഗ്രാൻഡ് പാരൻസ് എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്, ഷീബയ്ക്കുണ്ട്, അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഈ 4 ഗ്രാൻഡ് പാരൻസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ബ്ലഡ്, ആ ബ്ലഡിന്റെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ് ഈ ടെമ്പർമെന്റൽ സ്റ്റഡീസ് എന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പൊ അതിനകത്ത് അദ്ദേഹം ഫ്ലോഗ്മാറ്റിക്കിനാൽ അല്ലെങ്കിൽ ഈ പരിഹാസ സ്വഭാവമുള്ള രക്തത്താൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് എത്ര ഒഴിവാക്കണം എന്ന് വിചാരിച്ചാലും സാധ്യമല്ല. അല്ലെങ്കിൽ പിന്നെ ബോധപൂർവം അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു പഠനമൊക്കെ നടത്തി എനിക്ക് നന്നാകണം എന്ന് അദ്ദേഹം ബോധ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാറാം എന്നേ ഉള്ളൂ. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യം. ഞാൻ പറഞ്ഞ ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സമകാലികർ, യേശുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ചും യേശുവിന്റെ ശിഷ്യന്മാർ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിലാണ് യേശു ജീവിച്ചിരുന്നതെന്ന് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. അന്നത്തെ രാജാക്കന്മാർ, നാടുവാഴികൾ, പ്രൊക്യുറേറ്റേഴ്സ് ആരൊക്കെയായിരുന്നു അവിടെയൊക്കെ ഭരിച്ചിരുന്നത്, ഏത് ചക്രവർത്തിയായിരുന്നു, ഇത്യാദി കാര്യങ്ങളെ വളരെ കൃത്യതയോടുകൂടെ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം 3 കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞു. ഒന്ന്, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും അടുത്ത് അറിഞ്ഞിട്ടുള്ള ആളുകൾ ആരൊക്കെയായിരുന്നു, അവര് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, അത് സയന്റിഫിക് ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. രണ്ടാമത്തേത് യേശു ക്രിസ്തു സഞ്ചരിച്ചതായിട്ടുള്ള മേഖലകൾ, ജോഗ്രഫിക്കലായിട്ടുള്ള. മൂന്നാമത്തേത് സമകാലികൾ, കണ്ടംപേറിയൻസ്, ആരൊക്കെ ആയിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നത്, യേശുവിനെ ചുറ്റിപ്പറ്റി ജീവിച്ചത്, അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ഭരിച്ചതായിട്ടുള്ള ഭരണകർത്താക്കൾ ആരായിരുന്നു, അങ്ങനെ ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ ചരിത്രപരതയെ നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. അപ്പൊ അത് ചെയ്യുവാനായിട്ട് ഇദ്ദേഹം മെനക്കെടാതെ, അതാണ് ഈ ഞാൻ പറഞ്ഞ സൂഡോ സയൻസ് എന്ന് പറയുന്നത്. ആരോ എന്തോ പറയുന്നത് കേട്ടിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിഗമനത്തിൽ എത്തുന്ന ആളുകളെയാണ് നമ്മൾ സൂഡോ സയന്റിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നത്. അത് ശരിയായ രീതിയിൽ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കാതെ ആരൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു, കോപ്പി ആൻഡ് പേസ്റ്റിന്റെ വാക്താവായിരിക്കുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധമാണ്. അങ്ങനെയാണ് ഇദ്ദേഹം വീണിരിക്കുന്നത്. എന്നാൽ യേശുവിനെ സംബന്ധിച്ച്, യേശുവിന്റെ ജനനത്തെ സംബന്ധിച്ച് പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായിട്ടാണ്
ബൈബിളിൽ യേശുവിനെ പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ ബൈബിളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് വേറെ ചരിത്രകാരന്മാരാരെങ്കിലും യേശുവിനെ കുറിച്ച് ഉദ്ധരിച്ചിട്ടുണ്ടോ, യേശുവിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടോ, യേശുവിന്റെ അനുയായികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് നാലാമത്തെ എൻ്റെ പഠന വിഷയം. ഈ ചോദ്യത്തോട് ബന്ധപ്പെട്ട്, ഷിബ ചോദിച്ച ചോദ്യത്തോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ ചോദിക്കണം, അതിന് മടിക്കൊന്നും വേണ്ട. അപ്പം ഞാൻ വേറെ ഓക്കെ, ഇനി ഇൻസിഡൻസിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് അഞ്ചാമത്തെ തെളിവെന്ന് പറയുന്നത്, യേശുക്രിസ്തു ജീവിച്ച കാലഘട്ടത്തിൽ ചില പ്രത്യേക ഇൻസിഡൻസ് സംഭവിച്ചിരുന്നുവോ? നമുക്കറിയാവുന്ന പോലെ AD 70 എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ മറയ്ക്കാൻ കഴിയാത്ത, മായ്ച്ചു കളയാൻ കഴിയാത്ത വലിയ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ ഒരു റോമൻ പട്ടാളം മുഴുവനായിട്ട് വന്നിട്ട് ജെറുസലേം എന്ന് പറയുന്ന യഹൂദന്മാരുടെ ഏറ്റവും പാവനമായി അവർ കരുതിക്കൊണ്ടിരുന്ന അവരുടെ ദേവാലയം തകർത്ത് കളഞ്ഞു. അത് സ്ഥാപിച്ചത് BC 940-കളിൽ അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന ചക്രവർത്തിയായിട്ട് അറിയപ്പെട്ട സോളമനാണ്. സോളമന്റെ കാലഘട്ടത്തിൽ പണിത ഒരു വലിയ ടെമ്പിളാണ്, ഏറ്റവും മനോഹരമായിട്ട് പണിത ഒരു ടെമ്പിൾ. അത് വന്ന് തകർക്കാനായി ടൈറ്റസ് എന്ന് പറയുന്ന ഒരു പട്ടാള മേധാവിയുടെ നേതൃത്വത്തിൽ ഡൊമീനിയൻ എന്ന് പറയുന്ന ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഈ ടൈറ്റസ് എന്ന് പറയുന്നതായിട്ടുള്ള പട്ടാള മേധാവി, അദ്ദേഹത്തിന് ഒരു അല്പം ലൂസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ആരാണ്ടോ പറഞ്ഞു കൊടുത്തു, ഈ ദേവാലയം പണിതിരിക്കുന്നത് അതിനകത്ത് ഓരോ കല്ലുകളും വെച്ചതായ സമയത്ത് മാർബിൾ കൊണ്ടൊക്കെ പണിതിരിക്കുന്നതാണ്. അപ്പൊ അതിനകത്തെ കല്ലുകളെല്ലാം വളരെ വിലപിടിപ്പുള്ളതാണ്. ആ കല്ലുകളിലെല്ലാം രത്നങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് ആരാണ്ടോ പറഞ്ഞു കൊടുക്കുകയും, അങ്ങനെ അദ്ദേഹം വന്നിട്ട് യേശു ക്രിസ്തുവിന്റെ പ്രവചന പൂർത്തീകരണം പോലെ, അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ യേശു കർത്താവ് ദേവാലയ നശീകരണത്തെക്കുറിച്ച്, യെരുശലേം ദേവാലയ നശീകരണത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് യേശു പറയുന്നുണ്ട്, ഇടിഞ്ഞു പൊളിഞ്ഞ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം അത് പൊളിച്ചു കളയും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓരോ കല്ലുകളും എടുത്ത് അവരെ പരിശോധിച്ചു. അതിനകത്തൊന്നും വജ്രമോ വിലപിടിപ്പുള്ള രത്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്രിസ്തുവിന്റെ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടു. അപ്പൊ ആ ദേവാലയ നശീകരണം അതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്, അപ്പൊ അതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ AD 70 യെരുശലേം ദേവാലയം നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ജെറുസലേമിൽ മൊത്തത്തിൽ വലിയ തീപിടുത്തം, നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് അന്ന് വലിയ തീപിടുത്തം ഉണ്ടായി. അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ, യഹൂദ ചരിത്രകാരനും റോമ ചരിത്രകാരനും ഒക്കെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പം ഈ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ കാര്യങ്ങളിൽ ഒരു കാര്യം വളരെ കൃത്യതയുള്ളതാണ്, ഇതേപോലുള്ള ഒരു നശീകരണം, തീപിടുത്തം അവിടെ സംഭവിച്ചു. അപ്പൊ അതുവരെ യേശു ക്രിസ്തുവിനെ കുറിച്ചും യേശു ക്രിസ്തു ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചും ആരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം തന്നെ ആ തീക്കകത്ത് നശിച്ചു കാണും എന്നതിന് യാതൊരു സംശയമില്ല. അത് തീർച്ചയായിട്ടും നശിച്ചു കാണും. അപ്പം അതുവരെയുള്ള ചരിത്രങ്ങളൊക്കെ തന്നെ ഓറൽ ട്രഡീഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓറൽ ട്രഡീഷനായിട്ട് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ അപ്പോസ്തലന്മാർ നേരിടയായി കേൾക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്തതാണ്. അപ്പൊ അവർ വന്നിട്ട് രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് സുവിശേഷങ്ങൾ. അപ്പൊ അത് അവിടെ ജെറുസലേമിന് വെളിയിലൊക്കെ ഉണ്ടായ, അല്ലെങ്കിൽ വെളിയിലേക്കൊക്കെ പോയ ആളുകൾ, നമ്മൾ വായിക്കുന്ന പോലെ ജെറുസലേമിൽ വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ ഒഴികെ ബാക്കി എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ പോയവരൊക്കെ അവരുടെ കയ്യിൽ കിട്ടിയതായിട്ടുള്ള യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയ കാര്യങ്ങളും ഒക്കെ അവരുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നു. അതുമായിട്ടൊക്കെ ആയിരിക്കും അവർ, ആ സ്കോൾസുമായിട്ടൊക്കെ ആയിരിക്കും അവർ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയത്. അപ്പൊ അതെല്ലാം പിന്നീട് ക്രോഡീകരിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് ലോകത്തിന്റെ വിവിധ മ്യൂസിയങ്ങളിൽ അതൊക്കെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഒരു ചരിത്രത്തിൽ ഇല്ലാത്ത വസ്തുതകളല്ല, ചരിത്ര സത്യങ്ങളാണ്. ചരിത്രപരതയുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. നമ്മൾ ചില യഹൂദ ചരിത്രകാരന്മാരെ കുറിച്ചും റോമൻ ചരിത്രകാരന്മാരെ കുറിച്ചും ഞാൻ സൂചിപ്പിച്ചല്ലോ. അതിനകത്ത് 2-3 ചരിത്രകാരന്മാരെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒന്ന്, റോമൻ ചരിത്രകാരനായിരിക്കുന്ന ടാസിറ്റസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം പ്രാചീന കാലത്ത്, അന്നത്തെ കാലത്തെ ഏറ്റവും അഗ്രഗണ്യനായ ഒരു ചരിത്രകാരനാണ്. ഏറ്റവും ഉന്നത നിലവാരം പുലർത്തിയിരുന്നായിട്ടുള്ള ഒരു ചരിത്രകാരനാണ് ടാസിറ്റസ്. മാത്രമല്ല അദ്ദേഹത്തിന് ഭരണത്തിലൊക്കെ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ വളരെയധികം സ്വാധീനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ധവിശ്വാസികളായ ക്രിസ്ത്യാനികൾ എന്ന ഒരു കൂട്ടം ജനങ്ങൾ
തിബരിയോസിന്റെ ഭരണകാലത്ത് പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ വധിക്കപ്പെട്ട ക്രിസ്റ്റസ് എന്ന ആളിന്റെ പിൻഗാമികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയറായോ? പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ, അദ്ദേഹം പറഞ്ഞു യേശുവിന്റെ സമകാലികരായിട്ടുള്ള ഭരണകർത്താക്കൾ ആരൊക്കെയായിരുന്നു? പൊന്തിയോസ് പീലാത്തോസ്. യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത് ആരാണ്? പൊന്തിയോസ് പീലാത്തോസ് ആണ്. ഇതാര് പറയുന്ന? ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതല്ല ഞാൻ ഈ പറയുന്നത്. ടാസിറ്റസ് എന്ന് പറയുന്നതായിട്ടുള്ള റോമൻ ചരിത്രകാരൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അന്ന് സംഭവിച്ച ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് ടാസിറ്റസ് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്നത്തെ സമകാലികനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈ ചക്രവർത്തിയായ ഹാർദിയന്റെ പ്രധാന സൂത്രകാരനായിരുന്ന സ്യൂഡോണിയോസ് ക്രിസ്റ്റസ് ക്രിസ്തു എന്നും കൂടിയാണ് യേശുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ക്രിസ്റ്റോസ് അല്ലെങ്കിൽ അഭിഷിക്തൻ, അദ്ദേഹം ഈ രവീന്ദ്രൻ മാസ്റ്റർ യേശുവിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് അത് എബ്രായ പദമാണെന്നൊക്കെ പറഞ്ഞു. വെറും അറിവില്ലായ്മ. ഈസൂസ് എന്നുള്ള ആ പദം അരാമ്യ പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. യേശു എന്ന് നമ്മൾ പറയുന്ന അരാമ്യ പദത്തിൽ നിന്നാണ്. യേശു സംസാരിച്ച ഭാഷ അരാമ്യ ഭാഷയാണ്. അരാമ്യ ഭാഷയും ഹീബ്രു ഭാഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. സിറിയക് ഭാഷയും അരാമ്യ ഭാഷയും തമ്മിൽ വളരെ സാമ്യമുള്ള ഭാഷയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ചരിത്രപരമായിട്ട് യാതൊരു കഴമ്പുമില്ലാത്ത കുഴമ്പുവാദവുമായിട്ടാണ് പ്രിയപ്പെട്ട ഈ രവീന്ദ്രൻ മാസ്റ്റർ നടക്കാറുള്ളത്. അപ്പൊ ഞാൻ ടാസിറ്റസിന്റെ കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഞാൻ അന്നത്തെ മറ്റൊരു ചക്രവർത്തിയുടെ വളരെയധികം അടുത്ത ഒരാളായിരിക്കുന്ന സുയട്ടോണിയസ് എന്ന് പറയുന്നതായിട്ടുള്ള ചരിത്രകാരനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹവും വളരെ കൃത്യമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. ഇവർ രണ്ടുപേരും യഹൂദ ചരിത്രകാരന്മാരല്ല. ഇനി നമ്മൾ ജോസിഫസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ജോസിഫസ് എന്ന് പറയുന്നത് യഹൂദ ചരിത്രകാരനാണ്. ജോസിഫസ് വളരെ കൃത്യമായിട്ട് അന്നത്തെ കലാപങ്ങളെ കുറിച്ചും യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ചും ഒക്കെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് മറ്റൊരു ചരിത്രകാരനാണ്. അതേപോലെ ലൂസിയസ് ആഫ്രിക്കാനസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരാള്, ലൂസിയസ് ആഫ്രിക്കാനസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തി യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ ശേഷം ഉണ്ടായ ഇരുട്ടിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ചരിത്രകാരന്മാർ അന്ന് നടന്ന കാര്യങ്ങളെ, വസ്തുതകളെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ? ബൈബിളിന് വെളിയിൽ. ഇവരാരും തന്നെ ക്രിസ്ത്യാനികളായിരുന്നില്ല. ഇനി മറ്റു വേറെ പല ചരിത്രകാരന്മാരുടെ നെഗറ്റീവായിട്ടുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതാ ഞാൻ പറഞ്ഞത്, യേശുവിനെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പറഞ്ഞിട്ടുള്ള ആളുകളും ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? യേശു എന്ന് പറയുന്നതായ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. അത് യേശു എന്നുള്ളത് ആ വ്യക്തിയുടെ പേരും ക്രിസ്തു എന്നുള്ളത് ആ യേശുവിന്റെ സ്ഥാനപ്പേരുമാണ്, അല്ലെങ്കിൽ യേശു നിർവഹിക്കാൻ പോകുന്നതായിട്ടുള്ള ഉത്തരവാദിത്വത്തെ കാണിക്കുന്നതാണ്. ക്രിസ്തോസ് എന്നുള്ള പദം, ക്രിസ്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷിക്തൻ, മശിഹ എന്നാണ് എബ്രായ വാക്കിൽ ക്രിസ്റ്റോസ് എന്നുള്ള ഗ്രീക്ക് വാക്കിന് ഉപയോഗിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എബ്രായ പദത്തിൽ മശിഹ എന്ന് പറയുന്നത്. മശിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷിക്തൻ. അതേ അർത്ഥമാണ് ക്രിസ്റ്റോസ് എന്നുള്ള ഗ്രീക്ക് വാക്കിന്. അത്രയും ക്ലിയർ ആയില്ലേ? അപ്പം യേശു ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. ആ പേര് ഇട്ടത് മനുഷ്യരല്ല. അതും കൂടെ ശ്രദ്ധിച്ചു വേണം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ഉള്ളതുകൊണ്ട്, രക്ഷിക്കാനിരിക്കയാൽ നീ അവൻ യേശു എന്ന് പേരിടണമെന്ന് വിശുദ്ധ യോസഫിനോട്, യേശുവിന്റെ വളർത്തച്ഛനായ യോസഫ് പിതാവിനോട് വളരെ കൃത്യമായി ദൂതൻ വന്ന് പറയുകയാണ്. ദൂതൻ വന്ന് പറയുന്നത്, മാലാഖ പറയുന്നതാണ്, മലക്ക് പറയുന്നതാണ്. അപ്പൊ യേശു എന്നുള്ള പേര് അത് മനുഷ്യരിട്ടതല്ല. യഹോവ രക്ഷകൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. യഹോശുവ എന്നുള്ള പദം, യഹോശുവ എന്നുള്ള പദമാണ്. യഹോവ രക്ഷകൻ, രക്ഷിക്കുന്നവനായ ദൈവം, അതാ വാക്കിന്റെ അർത്ഥം. പഴയ നിയമം അല്ലെങ്കിൽ തനാക്ക്, യഹൂദന്മാരുടെ വേദഗ്രന്ഥമായിരിക്കുന്ന തനാക്ക് നമ്മൾ പഠിക്കുമ്പോൾ ആ തനാക്കിനകത്ത് ദൈവം പല പ്രകാരത്തിൽ മനുഷ്യരെ രക്ഷിച്ചായിട്ട് കാണാം. മനുഷ്യന്റെ ഇല്ലായ്മകളിൽ അവനെ സഹായിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്ന, അതാണ് യഹോവ ജൈരെ, ഗോഡ് ഹു ഈസ് പ്രൊവൈഡിങ്, അവർക്ക് വേണ്ടി എല്ലാം കരുതുന്നവനായ ഒരു ദൈവം. അതോടൊപ്പം തന്നെ യഹോവ റാഫ, സൗഖ്യദായകനായിട്ടുള്ള ദൈവം. അപ്പം യഹോവ എന്നുള്ള നാമം, ആ ദൈവം ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെടുത്തിയാണ് ദൈവത്തിന്റെ പേരുകൾ അന്ന് ഉച്ചരിച്ചിരുന്നത്. യഹോവ തിസ്കന, യഹോവ എന്റെ ജയക്കൊടി,
എന്നൊക്കെ പറയുന്ന അനേക പദങ്ങള് വളരെ കൃത്യമായിട്ട് യഹോവ നിസി, യഹോവന്റെ ജയക്കൊടി എന്നൊക്കെ പറയുന്ന പല പദങ്ങള് ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആകുന്നുണ്ടാവും. അപ്പൊ ഇവിടെ മനുഷ്യനെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ടുള്ളവനായതുകൊണ്ടാണ് യഹോവ രക്ഷകൻ എന്ന് യേശുവിന് പേരിടണം എന്ന് പറഞ്ഞത്. ഇത്രയും ക്ലിയർ ആയല്ലോ? സംശയം വല്ലതും ഉണ്ടോ? ക്ലിയർ ആയി. അപ്പൊ ആ യേശു ജീവിച്ചിരുന്നോ എന്ന് അദ്ദേഹത്തിന് അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വായിക്കേണ്ട ഗ്രന്ഥങ്ങളിൽ ചിലതിന്റെ പേരുകളാണ് ഞാൻ പറഞ്ഞതും. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ സുവിശേഷ ഭാഗം, ഏവങ്കേലിയോൻ ഭാഗവുമാണ് അദ്ദേഹം വായിക്കേണ്ടത്. അദ്ദേഹം മാത്രമല്ല, ആർക്കൊക്കെ യേശുവിനെ കുറിച്ച് സംശയമുണ്ടോ അതൊന്ന് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കും. അത് വായിച്ചിട്ടാണ് ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എൻ്റെ ദൈവമായിട്ട് അംഗീകരിക്കുകയും എൻ്റെ പാപം മോചിക്കപ്പെട്ടു എന്നുള്ള പൂർണ്ണ നിശ്ചയത്തോടുകൂടെ ദൈവ മകനാണ്, ദൈവ പൈതലാണെന്നുള്ള ബോധ്യത്തോടുകൂടെ എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം അദ്ദേഹം പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്? യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല എന്നാണല്ലോ അദ്ദേഹത്തിന്റെ വാദം. അതില് എന്തായാലും വാസ്തവമുണ്ടോ? ശരിക്കും അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം സുവിശേഷങ്ങൾ വായിച്ചിരുന്നെങ്കിൽ ഈ ഒരു ചോദ്യം അദ്ദേഹത്തിന് വരികയില്ല. വേദപുസ്തകത്തില് ദൈവത്തിന്റെ പ്രവൃത്തികളെ നമുക്ക് എല്ലാ വിധത്തിലും കാണാൻ കഴിയും. ബൈബിളിന്റെ ആദ്യ പുസ്തകമായിരിക്കുന്ന തനാക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നതായ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ തന്നെ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മം എന്ന് പറയുന്നത് അത്ഭുതമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിക്കുന്നവനായ ഒരു ദൈവം. അത്ഭുതമല്ലേ അത്? ഈ കാണുന്ന പ്രപഞ്ചത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉരുവാക്കുകയും മനോഹരമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുകയും ചെയ്യുന്നവനായ ഒരു ദൈവം. ആ ദൈവം മനുഷ്യാവതാരം എടുത്തു വന്നപ്പോൾ ആ ദൈവത്തിന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതിന് എന്താ തടസ്സം? അവന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. അത് ചെയ്യാനായിട്ട് സാധിക്കും. രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതേപോലെ തന്നെ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകി, മുടന്തന്മാരെ സൗഖ്യമാക്കി, മരിച്ചുപോയവരെ ഉയർപ്പിച്ച സംഭവങ്ങള് ഇതെല്ലാം തന്നെ വളരെ കൃത്യമായി കർത്താവായ യേശു ക്രിസ്തുവിന് ചെയ്യാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. താൻ മുഖാന്തരവും തനിക്കായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ തൻ്റെ സൃഷ്ടികളുടെ ജീവിതത്തിൽ ഇടപെടുവാനും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും അവരുടെ ന്യൂനതകളെ പരിഹരിക്കുവാനും അവരുടെ രോഗങ്ങൾക്ക് സൗഖ്യം കൊടുക്കുവാനും കർത്താവിന് കഴിയും. യേശു ലോകത്തിലേക്ക് വന്ന് രോഗികളെ സൗഖ്യമാക്കുവാനോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനോ മാത്രമല്ല, അതൊക്കെ യേശു നടന്നുപോയ വഴികളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. മറിച്ച് യേശു വന്നത് വലിയൊരു മിഷനോട് കൂടിയാണ്, ദൗത്യത്തോടു കൂടിയാണ്. അതാണ് യേശുവിന്റെ പേരിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ, നമ്മളെ ഓരോരുത്തരെയും, ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ച് അവർക്ക് പാപമോചനം കൊടുക്കുന്നു. അത് തന്നെ വലിയ അത്ഭുതമല്ലേ? എന്നാലോചിച്ച് നോക്കിയേ, തെമ്മാടിയായിട്ട് കള്ളും കുടിച്ച് തോന്നിവാസത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, തല കൊയ്ത്തുകാരായിട്ടുള്ള ആളുകൾ, അല്ലെ, മനുഷ്യരെ തിന്നുന്ന ജനത, ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ ഒരു 100-200 കൊല്ലം മുമ്പ് ലോകത്തിലുണ്ടായിരുന്ന പല മേഖലകളിൽ. എന്നാൽ അവരുടെ ഇടയിലേക്ക് യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹത്തെക്കുറിച്ച് അറിയിക്കാനായിട്ട് മിഷണറിമാർ ചെല്ലുകയും ആ സ്നേഹം അവർ അറിഞ്ഞു കഴിയുകയും ചെയ്തപ്പോൾ നരഭോജികള് നരസ്നേഹികളായിട്ട് മാറി. അതിനേക്കാളും വലിയ അത്ഭുതം എന്താ വേണ്ടിയത്? നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവത്തിന്റെ വലിയ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സമാധാനം ലഭിക്കുന്നു. അതിനേക്കാളും വലിയ അത്ഭുതം നമുക്ക് എന്താ വേണ്ടിയത്? നമുക്കുള്ള വസ്തുവകകൾ കൊണ്ട് സംതൃപ്തരായിട്ട് കഴിയാൻ കഴിയുന്നു. അതിനേക്കാളും വലിയൊരു അത്ഭുതം എന്താ വേണ്ടിയത്? ഇപ്പം അദ്ദേഹം പറയുന്നതിന് ഒരു കാരണമുണ്ട്. അദ്ദേഹം മാത്രമല്ല, മറ്റു പലരും പറയുന്നതിന് ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതൊക്കെ പറഞ്ഞ് ചില ആളുകളൊക്കെ യേശുവിന്റെ നാമത്തിൽ അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു. അതൊക്കെ നടക്കുന്നതൊക്കെ നടക്കട്ടെ, ഇല്ല, അതിനൊന്നും ഞാൻ വിരോധിയൊന്നും അല്ല, അതിനെ ഞാൻ എതിർക്കാറുമില്ല, പരിഹസിക്കാറുമില്ല. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അതിന്റെ പേരിൽ ധനസമ്പാദ്യങ്ങളും തങ്ങളുടെ പോപ്പുലാരിറ്റിയും ഒക്കെ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അത് പൈശാചികമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ കൃത്യമായി ഭയങ്കരമായിട്ട് തന്നെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തോടൊപ്പം തന്നെ ആ കാര്യത്തിലൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ യേശു ഇന്നും അത്ഭുതം ചെയ്യുന്നുണ്ട്. അന്ന് അത്ഭുതങ്ങൾ ചെയ്തവനായ യേശു ഇന്നും അത്ഭുതം ചെയ്യുന്നു. എൻ്റെ ജീവിതം അതിനൊരു വലിയ ഒരു ഉദാഹരണമാണ്, ദൃഷ്ടാന്തമാണ് ഷിബ. കാരണം ഞാൻ ഒരു പാപിയായിരുന്ന എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപമോചനം തരുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു വേദത്തിനും ഒരു മതത്തിനും കഴിയുകയില്ലായിരുന്നു. എനിക്ക് ആ പൂർണ്ണ ബോധ്യമുണ്ട്. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയാണ്.
പക്ഷേ യേശു ക്രിസ്തുവിൽ ഞാൻ ആയിത്തീർന്നപ്പോൾ എൻ്റെ പാപം പരിഹരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതം തന്നെ ഒരു ഭയങ്കരമായ വ്യതിയാനത്തിലേക്ക് വന്ന് ജീവിതത്തിനൊരു അർത്ഥവും എൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യബോധം ഉണ്ടാകുവാനായിട്ട് ഇടയാക്കിയിരുന്നു. അതിനേക്കാളും വലിയൊരു അത്ഭുതം എന്താ വേണ്ടിയത്? ഞാൻ മണിപ്പൂരിൽ പല സന്ദർഭങ്ങളിൽ പോയിട്ടുള്ള വ്യക്തിയാണ്. അവിടെ ഈ അടുത്ത സമയത്തുണ്ടായ കലാപങ്ങളൊക്കെ ഉണ്ടാക്കിയതായിട്ടുള്ള മാർ കമ്മ്യൂണിറ്റി, ആ മാർ കമ്മ്യൂണിറ്റി ശരിക്കും ഹെഡ് ഹണ്ടേഴ്സ് ആയിരുന്നു, തലകൊയ്ത്തുകാരായിരുന്നു. എന്നാൽ ഇന്ന് അവർ തലകൊയ്ത്തുകാരല്ല, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി. നാഗന്മാര് അവർ അമ്പും വില്ലും ഉപയോഗിച്ച് ആളുകളെ കൊല്ലുന്നതിനൊരു മടിയുമില്ലാത്തവരായിരുന്നു. അതുപോലെ നമുക്കറിയാവുന്ന പോലെ നീഗ്രോസ് എന്നൊക്കെ അവരെ ഇപ്പൊ അങ്ങനെ വിളിച്ചുകൂടാ, അങ്ങനെയുള്ള ആളുകള് തല കൊയ്ത്തുകാർ മാത്രമല്ല മനുഷ്യരെ തിന്നുന്നവരായിരുന്നു. അപ്പൊ അവരുടെ ഇടയിലൊക്കെ ഈ സുവിശേഷം ചെല്ലുകയും സുവിശേഷത്താൽ അവർക്കുണ്ടായ മാറ്റത്താൽ അവരെല്ലാം ഇന്ന് മനുഷ്യരെ സ്നേഹിക്കാനും കരുതാനും നിയമങ്ങൾ പാലിക്കാനും രാജ്യത്തിന്റെ നല്ല പൗരന്മാരായി തീരാനൊക്കെ ഇടയായിത്തീരുന്നു. നമുക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചകൾ ലഭിക്കുന്നു. എവിടുന്ന് കിട്ടി ഇതൊക്കെ? നമ്മളെ ഈ നാട്ടിലേക്ക് സ്നേഹിച്ചു വന്ന കുറെ മിഷണറിമാരുണ്ട് അല്ലേ? അവരെന്തുകൊണ്ട് വന്നു? അവരുടെ ജീവിതത്തിൽ രൂപാന്തരം നൽകിയവനായ, അത്ഭുതം പ്രവർത്തിച്ചവനായ യേശുവിന്റെ സ്നേഹം അവർക്കറിയാമായിരുന്നത് കൊണ്ടാണ് അവർ വന്നിട്ട് ഈ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത്. നമ്മൾ ഇന്ന് മോഡേൺ എഡ്യൂക്കേഷന്റെ ഒക്കെ വലിയ ഉന്നത ശൃംഖലകളിലൊക്കെ എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നത്. അപ്പം അതൊക്കെ തന്നെ ഒരു അത്ഭുതമല്ലേ? അതൊക്കെ തന്നെയല്ലേ അടയാളങ്ങൾ? യേശു കർത്താവ് അന്ന് മാത്രമല്ല ഇന്നും അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ അനുചരന്മാരോടും പറയാനായിട്ടുള്ളത്. ഓക്കെ, വേറെ എന്തെങ്കിലും ക്ലിയർ ആയോ ഈ പറഞ്ഞ കാര്യങ്ങൾ? ക്ലിയർ ആയി. ഇതൊക്കെ ഇന്ന് നടക്കുന്ന അത്ഭുതങ്ങളാണെന്ന് നമുക്ക് കരുതാം അല്ലേ? തീർച്ചയായിട്ടും അതാണല്ലോ അത്ഭുതം എന്ന് പറയുന്നത്. അല്ലാതെ തലവേദന മാറുന്നതോ, തലവേദന മാറാനായിട്ട് പാരസെറ്റമോൾ കഴിച്ചാൽ മതി. ദൈവത്തെ ഒരു പാരസെറ്റമോൾ ആയിട്ടോ അല്ലെങ്കിൽ മുട്ടുവേദന മാറ്റാൻ വേണ്ടി ഒരു ആയുർവേദ തിരുമ്പക്കാരനായിട്ടോ ഒക്കെ ചില ആളുകൾ യേശുവിനെ കാണാറുണ്ട്. അതൊന്നുമല്ല അത്ഭുതം എന്ന് പറയുന്നത്. അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകിയതായിട്ടുള്ള മാറ്റമാണ്. ആ മാറ്റത്തിൽ ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഞാൻ ആ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. അതുപോലെ യേശുക്രിസ്തു സ്വർഗാരോഹണം നടത്തിയിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അതിന് എന്ത് മറുപടിയാണ് നമുക്ക് കൊടുക്കാനുള്ളത് അച്ഛാ? ശരിക്കും യേശുക്രിസ്തുവിന്റെ മിഷൻ ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ് നമ്മൾ ചിന്തിക്കണം. ഒന്നാമത് അവൻ ദൈവത്തോട് സമനായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യനായിട്ട് വന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ബലിയായി തീരാനായിട്ടാണ് യേശു വന്നത്. ബൈബിളിലെ ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്ന ഒരു ലേഖനമാണ്. അത് എഴുതിയിരിക്കുന്നത് സെന്റ് പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ സെന്റ് പോൾ ആരായിരുന്നു എന്നുള്ളത് പറയുമ്പോഴാണ് യേശു അത്ഭുതം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ള യേശുവിന്റെ ശിഷ്യഗണത്തെ മുഴുവനും കൊന്നൊടുക്കുവാൻ തക്കവണ്ണം കച്ചകെട്ടി ഇറങ്ങിയതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൈകളിൽ അധികാരപത്രം അദ്ദേഹത്തിന് ലഭിച്ചു. എവിടുന്നറിയാമോ? അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരായ മത മേലധികാരികളിൽ നിന്ന്. കയ്യഫാവ്, അന്നാവ് എന്നൊക്കെ പറയുന്ന അവരൊക്കെ അന്ന് രാഷ്ട്രീയക്കാരുമാണ്, മേലധ്യക്ഷന്മാരുമാണ്. അപ്പൊ അവരിൽ നിന്ന് അധികാരം വാങ്ങിക്കൊണ്ട് ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യാൻ, ക്രിസ്തുഭക്തരെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഇറങ്ങിയ വ്യക്തിയാണ്. അദ്ദേഹത്തിനുണ്ടായ ഒരു മാറ്റം, അതിനെക്കുറിച്ച് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ബൈബിളില്. സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ ഉടനെയുള്ള ഭാഗമാണ്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റലിലെ 9-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പൊ അദ്ദേഹത്തിനൊരു മാറ്റം ഉണ്ടായി. അദ്ദേഹം ക്രിസ്തു ഭക്തനായിട്ട് മാറണം. ഈ വ്യക്തി പിന്നീട് എഴുതുകയാണ്. എന്താണ്? യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ ദൈവത്വത്തെ കുറിച്ച്. അദ്ദേഹം യേശുവിനെ കാണാനിടയായി തീർന്നു. ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനെയാണ് അദ്ദേഹം കാണുന്നത്. സ്വർഗാരോഹണം ചെയ്ത യേശുവിനെയാണ് കാണുന്നത്. ആ കണ്ടവനായ യേശുവിനെ കുറിച്ച് അദ്ദേഹം പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതുകയാണ്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു വന്നിട്ട് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയിട്ട് തന്നെത്താൻ താഴ്ത്തി, എന്നിട്ട് എന്ത് ചെയ്തു? ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എത്ര മനോഹരമായിട്ടുള്ള ഒരു ഭാഗമെന്നറിയാമോ? അതേപോലെ തിമോത്യോസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ശിഷ്യന് അദ്ദേഹത്തിന് എഴുതുന്ന ഒരു ലേഖനമുണ്ട്. സെന്റ് പോൾ എഴുതുന്ന ഒരു ലേഖനം. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ ചോദിക്കും, ഈ പൗലോസ് മാത്രമാണോ ഇത് എഴുതിയിരിക്കുന്നത്? അല്ല, യോഹന്നാൻ അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് യേശുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും സ്നേഹനിധിയായ അപ്പോസ്തലൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ മാതാവിന്റെ സഹോദരി പുത്രനും കൂടിയാണ്, കസിനാണ്.
അപ്പം ആ യോഹന്നാൻ യേശുവിന്റെ മാർവോട് ചാരി ഇരുന്ന വ്യക്തിയാണ്. യേശുവിന്റെ മരണ പുനരുദ്ധാനത്തെ കുറിച്ചൊക്കെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയ വ്യക്തിയാണ്. യേശു ഉയർത്തെഴുന്നേറ്റത് കൃത്യമായി അറിയാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ്. യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലുണ്ടായിരുന്ന വ്യക്തിയാണ്. യേശുവിന്റെ മരണം നേരിടിയായി കണ്ടവനാണ്. അപ്പൊ അങ്ങനെയുള്ള യോഹന്നാനും യേശുവിന്റെ ദൈവികത്വത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കഴിയുന്നുവെന്ന് തന്റെ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ എഴുതിയിട്ട് 20-ാം വാക്യത്തിൽ പറയുകയാണ്, ആ 20-ാം ആയത്തിൽ പറയുകയാണ്, അവൻ നമ്മുടെ ദൈവമാണ്. യേശു ക്രിസ്തു നമ്മുടെ ദൈവമാണെന്ന് അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പൊ ദൈവമായിരുന്നവൻ മനുഷ്യനായി വന്നു. എന്തിന്? മനുഷ്യനായി നമ്മളെ ദൈവ മക്കളാക്കി തീർക്കാനായിട്ട്. അതായിരുന്നു യേശുവിന്റെ മിഷൻ. ക്രിസ്തുവിൽ നമ്മളെ തികഞ്ഞവരായി നിർത്തുക എന്നുള്ളതാണ് യേശുവിന്റെ മിഷൻ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുക എന്നുള്ളതാണ് യേശുവിന്റെ ദൗത്യം. ആ ദൗത്യത്തിന് വേണ്ടി വന്നവൻ എന്ത് ചെയ്തു? ആ ദൗത്യം നിറവേറ്റുവാൻ വേണ്ടി തൻ്റെ മേൽ സകല ലോകത്തിന്റെയും പാപത്തെ വഹിച്ചുകൊണ്ട് ബലിയായി. അങ്ങനെ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസത്തോളം, അത് ശ്രദ്ധിക്കണം, ഷീബ ശ്രദ്ധിക്കണേ, 40 ദിവസത്തോളം യേശു തന്റെ ശിഷ്യന്മാർക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് സുവിശേഷങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതിയത്. യേശു പഠിപ്പിച്ച കാര്യങ്ങളാണ്. യേശു അവരോട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവർക്ക് കൊടുത്തായിട്ടുള്ള ആ നിർദ്ദേശങ്ങൾ, അവർക്ക് സ്വർഗരാജ്യത്തെ കുറിച്ച് കൊടുത്ത പഠിപ്പീരുകൾ, അതെല്ലാം അവർ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി തന്നു. അതിനെക്കുറിച്ച് യേശുവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിട്ട് നമ്മളൊക്കെ കൺസിഡർ ചെയ്യുന്നതായിട്ടുള്ള പ്രഥമനായിട്ടൊക്കെ ചിന്തിക്കുന്ന പത്രോസ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ടുണ്ട്, നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായിരിക്കുന്ന ഒക്കെയും താൻ നൽകി തന്നു. അപ്പം ജീവനും ഭക്തിക്കും, നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായിരിക്കുന്നൊക്കെ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് നൽകി കൊടുത്തു. അത് അവർ കൃത്യമായിട്ട് എഴുതി. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം അവർക്ക് പ്രത്യക്ഷനായതിനു ശേഷം അവരെ എല്ലാവരെയും കൂടെ ഒലിവുമല എന്ന് പറയുന്ന സ്ഥലത്ത് കൂട്ടിച്ചേർത്തു. അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടെ കൂടിയിരിക്കുമ്പോൾ യേശു കർത്താവ് അവർക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നത് അവർ നേരിടിയായി കണ്ടു. അപ്പോസ്തല നടപടികൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്. അതിനകത്ത് 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്ന സമയത്ത് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ പരിഭ്രാന്തിയോടുകൂടെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നിൽക്കുന്ന സമയത്ത് ദൂതവൃന്ദം ഇറങ്ങി വന്നിട്ട് 2 ദൂതന്മാർ അവർക്ക് പ്രത്യക്ഷമായിട്ട് പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് ഉറ്റുനോക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ആ യേശു വീണ്ടും വരും. അപ്പം ഈ യേശു എവിടെ വരും എന്നുള്ളതിനെ കുറിച്ച്, യേശു മനുഷ്യാവതാരം എടുത്ത് വരുന്നതിന് 540 വർഷം മുമ്പ് ജീവിച്ചിരുന്നായിട്ടുള്ള സെഖര്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അത് പഴയ നിയമത്തിലാണ്, തനാക്കിൽ യഹൂദന്മാരുടെ ഒരു പ്രവാചകനാണ്. അപ്പൊ ആ തനാക്ക് എന്ന് പറയുന്ന പുസ്തകത്തിൽ, വേദഗ്രന്ഥത്തിൽ, യഹൂദന്മാരുടെ വേദഗ്രന്ഥത്തിൽ സെഖര്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ തന്റെ പുസ്തകത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 3ഉം 4ഉം വാക്യങ്ങളിൽ യേശു രണ്ടാമതും വരുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയാമോ? യേശുവിന്റെ പാദങ്ങൾ ഒലിവുമലയിൽ പതിക്കും. അന്ന് ഒലിവുമല കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ 2ആയിട്ട് വേർതിരിയും. ഓ, എത്ര മനോഹരമാണെന്ന് നോക്കിയേ. അപ്പം അതാണ് പറയുന്നത്, ബൈബിളിന്റെ ഒരു നിസ്തുല്യത എന്ന് പറയുന്നത്, ഒരു വാക്യം മറ്റൊരു വാക്യത്തോട് നൂറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കും എഴുതിയിരിക്കുന്നത്, പക്ഷേ അത് മറ്റൊന്നിനോട് ഒരു കണ്ണി പോലെ, ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നതാണ്. അത് മനോഹരമായിട്ട് അത് നമ്മൾ കൃത്യമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായ ഒരു എരിവ്, ഒരു തീഷ്ണത, ഒരു മഹത്വം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പൊ അന്ന് യേശു മനുഷ്യാവതാരം എടുക്കുന്നതിന് മുമ്പ്, അഥവാ യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിന് 550 വർഷം മുമ്പ് വളരെ കൃത്യമായിട്ട് യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇനി അത് മാത്രമല്ല, സങ്കീർത്തനം എന്ന് പറയുന്നൊരു ഭാഗം വായിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഷീബയ്ക്ക് താല്പര്യമുള്ള ഒരു ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സങ്കീർത്തനം. കാരണം ഒരുപാട് പ്രാർത്ഥനകളും മനുഷ്യന്റെ നിലവിളികള്, ദൈവം അതിന് കൊടുക്കുന്ന മറുപടികളൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കീർത്തനമാണല്ലോ, മനോഹരമായ കീർത്തനമാണ് സങ്കീർത്തനം. അപ്പൊ ആ കീർത്തനത്തില് അതിന്റെ 96-ാമത്തെ സങ്കീർത്തനത്തിൽ, ഓരോ സങ്കീർത്തനവും അതിൽ പൂർണ്ണമാണ്, അതുകൊണ്ട് നമ്മൾ അധ്യായം എന്നല്ല പറയാ, ഓരോ സങ്കീർത്തനത്തെയും അതിന്റെ നമ്പർ വെച്ചാ പറയുന്നത്. അപ്പൊ 96-ാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, അവൻ വരുന്നുവല്ലോ. ആരാ? യേശു വരുന്നുവല്ലോ. അവൻ
ന്യായം വിധിക്കാനായിട്ട് വരുന്നു. ഭൂമിയെ, ജാതികളെ ന്യായം വിധിക്കാനായിട്ട് അവൻ വരുന്നു. അപ്പം അന്ന് അത് സംഭവിക്കുന്ന യേശു ജനിക്കുന്നതിന് 1040 വർഷം മുമ്പ് ദാവീദ് എന്ന് പറയുന്ന രാജാവ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിക്കുന്ന അങ്ങനെ ധാരാളം ഭാഗമുണ്ട്. ബൈബിൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 25 വാക്യങ്ങളിൽ ഒരു വാക്യം യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത്ര മഹത്വകരമായിട്ട് യേശു സ്വർഗാരോഹണം ചെയ്തുവെന്നും ആ യേശു വീണ്ടും വരുമെന്നും ഒക്കെ എഴുതി വച്ചിരിക്കുന്നത് ഗ്രഹിക്കണമെങ്കിൽ സി രവീന്ദ്രൻ മാസ്റ്റർ ആദ്യം ചെയ്യേണ്ടുന്നത് ദൈവവചനത്തെ ഒന്ന് വായിക്കാനായിട്ട് ഒന്ന് അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലേ? അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ പറഞ്ഞതെല്ലാം വ്യക്തമായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ശിവ? വ്യക്തമായി. ഓക്കെ. അപ്പൊ ഈ യേശു വരും കൊണ്ട് നമ്മൾ തയ്യാറായിരിക്കണം. യേശുവിനെ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയാം. ആ സംശയങ്ങൾ തീർക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് ഷീബയോട്, ലിബർട്ടി ടിവിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ. നിരീശ്വരവാദിയായ രവീന്ദ്രൻ മാഷ് യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ ചരിത്ര പരമ്പരയെ കുറിച്ച് സംസാരിച്ചത്, അതിന്റെ സംശയങ്ങൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ തേക്കടിയിൽ അച്ഛൻ നമുക്ക് വിശദമായി തന്നെ യേശു എന്താണെന്നും അതിന്റെ ചരിത്രപരത എന്താണെന്നും നമുക്ക് വിശദമായി മനസ്സിലാക്കി തന്നതിന് താങ്ക് യു അച്ഛാ.